സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സ്നേഹങ്ങൾ ആണുങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തിന്റെ പരിശുദ്ധി നിലനിർത്തുന്നതോടൊപ്പം അവരിൽ നിന്ന് ഉണ്ടാകേണ്ട സ്നേഹവും കാരുണ്യവും വാത്സല്യവും സ്ത്രീകളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ സ്നേഹവാത്സല്യം യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരേണ്ടത് ഉപ്പ ഉമ്മയുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുമിച്ച് കൂടിയ ജീവിതത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതുണ്ടായിത്തീരേണ്ടത്. മക്കൾ സ്നേഹം പഠിക്കേണ്ടത് എവിടുന്നാണ്? മക്കൾ സ്നേഹം പഠിക്കേണ്ടത് എവിടുന്നാണ്? മാതാപിതാക്കളിൽ നിന്നാണ്. ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സ്നേഹമില്ലെങ്കിൽ എല്ലാ സമയത്തും അനാവശ്യത്തിന്റെ വിളിയുമായി, വെറുപ്പിന്റെ കണ്ണുമായി, തീക്കനലുകൾ നിറഞ്ഞ കണ്ണുമായിട്ട് തനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളതെന്തിന് നേരമാകുമ്പോ ഇരുന്ന് ഉണ്ണുന്ന, അതുപോലെ തന്നെ തന്റെ കാമം തീർക്കാനുള്ള നേരത്ത് കാമം തീർക്കുന്ന മനുഷ്യന് സ്വന്തം ഇണയെപ്പറ്റി എന്തൊരു സ്നേഹമാണ്. ഒരു സ്നേഹവും കാണിക്കാൻ കഴിയാതെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപഭോഗ വസ്തുവായി പലരും ഇണയെ കാണുന്ന കാലമാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ആണും പെണ്ണും ജീവിക്കേണ്ടത് രണ്ടും സ്നേഹത്തോടെയാണ്, രണ്ടും സഹകരണത്തോടെയാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ മറന്നോ? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? നിങ്ങളെ കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. വാന ഖൈറുക്കും ലി അഹ്ലി. എന്റെ കുടുംബിനികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. എന്റെ കുടുംബിനികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. 9 പേരോടും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവൻ ഞാനാണ്. നല്ല സ്വഭാവം, അതിനാണ് സഹോദരങ്ങളെ മാർക്കുള്ളത്. ആ സ്നേഹമാണ് തലമുറയിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. വീട്ടിലുള്ള കുട്ടികളോട് വാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി കൂട്ടുകാരികൾ സംസാരിക്കുമ്പോ ഒരു കുട്ടി പറയാണ് മറ്റേ കുട്ടിയോട്, എന്റെ ബാപ്പ വീട്ടിൽ വരുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് പേടിയാ. എന്താന്ന് വെച്ചു? ബാപ്പ അടിക്കോ? അടിക്കുന്നോന്നല്ല, അതിനേക്കാളും മൂർച്ചയേറിയ, മനുഷ്യൻ കേട്ടാല് അറപ്പോടെ തുപ്പിക്കളയുന്ന കുറെ പദപ്രയോഗങ്ങളുണ്ട് ബാപ്പാക്ക്. എന്തെങ്കിലും ഒന്നൊരു കുറവ് വന്നാ പിന്നെ ഉമ്മാനെ പറയുന്ന പറച്ചിന് കയ്യും കണക്കില്ല. നിങ്ങളെ ബാപ്പ എങ്ങനെ നിസ്കാരത്തിനൊക്കെ മൂപ്പര് നല്ല സ്ട്രോങ്ങാ, നല്ല കാർക്കശ്യ. പക്ഷെ നിസ്കാരത്തിൽ ആ സ്ട്രോങ് ഉള്ള ആൾക്ക് ഈ സ്വഭാവം ചേരൂല, ഒരിക്കലും ചേരൂല. എന്നിട്ട് എന്തൊക്കെയാണ് വാപ്പ ഉമ്മാനെ വിളിക്കലെന്ന് സുഹൃത്ത് ചോദിക്കുമ്പോ, സ്വന്തം കൂട്ടുകാർ ചോദിക്കുമ്പോ, ഈ പെൺകുട്ടി ആ പറയുന്ന വാക്ക് കേൾക്കുമ്പോ മറ്റേ പെണ്ണ് ഇരിക്കുന്നിടത്ത് വെച്ച് വറക്കുകയാണ്, ശരീരം ഇങ്ങനെ പേടിച്ച് വറക്കുകയാണ്. ഇങ്ങനെ അല്ലാ, എന്റെ വാപ്പയൊന്നും ജീവിതകാലത്ത് ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്കുപോലും വിളിച്ചിട്ടില്ല. മറ്റേ കുട്ടി അത് പറയുമ്പോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒന്ന് കൂടാൻ വേണ്ടി, സൽക്കാരത്തിന് വേണ്ടി വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടിയെ മറ്റേ പെൺകുട്ടിയെ വീട്ടിലേക്കൊന്ന് സൽക്കരിക്കും. അപ്പൊ അതാ എന്റെ വാപ്പ വരുന്നു. വാപ്പ വന്നിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയോട് സംസാരിക്കുന്നതും പെരുമാറ്റങ്ങളൊക്കെ ആ കുട്ടി കാണുമ്പോ ആ കുട്ടി പറയാണ്, ഇതുപോലത്തൊരു വാപ്പ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം, എന്റെ ഉമ്മ എന്തൊരു പാവാണ്. പക്ഷെ പാവപ്പെട്ട എന്റെ ഉമ്മാനെ ബാപ്പങ്ങനെ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോ ഒരു സ്നേഹവും ബാപ്പാനോട് തോന്നൂല. സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കാനുള്ളത് നേരത്ത് കൊണ്ടുപോയി കൊടുക്കാന്നുള്ളതല്ല കൂട്ടുജീവിതത്തിലെ ഭംഗി. അത് നമ്മുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണത്. അടുത്തൊരു തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്, അധ്വാനം എനിക്കുണ്ട്, ഇഷ്ടംപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളുണ്ട്, അതൊന്നുമല്ല.
മാന്യനായി മനുഷ്യനായി സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു കഴിവ് അതാണ് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോഴേ നാടുകളിലൊക്കെ മനുഷ്യ സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോർമുല കുറെ കാലം വാള് പറഞ്ഞാണ് പഠിപ്പിക്കാന്നല്ല. നമ്മളെ ജീവിതത്തിന്റെ ശൈലി നമ്മൾ നന്നാക്കണം.